അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഒരുപാട് ന്യൂസുകൾ കേൾക്കാറുണ്ട്. ഞാൻ ഇന്നലെ മുതൽ കേൾക്കുന്ന ഒരു ന്യൂസ്, ഒരു പ്രാർത്ഥന കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വിഷയം നമ്മൾ പറയുന്നത്. ഇന്നലെ ഏപ്രിൽ 26-ന് നാട്ടിലേക്ക് വരാൻ വേണ്ടി നിന്നിരുന്ന ഒരു യുവാവാണ് ഷാസ് എന്ന് പറയും. തലശ്ശേരിയിലുള്ള ദുബായിൽ ജോലി ചെയ്യുന്ന ഈ ഷാസ് ഇന്നലെ 26-ാം തീയതി നാട്ടിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുക്കുകയും മെയ് 5-ന് ആ സഹോദരന്റെ വിവാഹമാണ്. വെറും 26 വയസ്സാണ് ആ മോനക്കുള്ളത്. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് നല്ല ക്ഷമ നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വേർപാട് അവർക്ക് നികത്താൻ പറ്റുന്ന രീതിയിലുള്ള ക്ഷമ നൽകിക്കൊണ്ട് അള്ളാഹു ഇവിടെ അവർക്ക് സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ആകെ ഒരു മകനാണുള്ളത്. 3 പെങ്ങന്മാർക്കിടയിൽ ഒരൊറ്റ ആൺകുഞ്ഞാണുള്ളത്. ഒരുപാട് സ്വപ്നങ്ങൾ താണ്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് ഈ ഷാസ് എന്ന ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് പോയത്. അദ്ദേഹം അൽ അൻസാരി എക്സ്ചേഞ്ചിൽ ജോലി ചെയ്യുന്നു. അതിനു മുന്നേ തന്നെ നാട്ടിൽ വന്നിട്ട് നല്ലൊരു വിവാഹവും കാര്യമൊക്കെ ഉറപ്പിച്ചിടുന്നു. എന്നിട്ട് ഇന്നലെ നാട്ടിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത ഷാസിന് നേരം വെളുത്തപ്പോൾ ചെറിയ ഒരു ക്ഷീണവും അതുപോലെ തന്നെ വൊമിറ്റിംഗ് ഒക്കെ കണ്ടു. അതിനോടുകൂടെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അദ്ദേഹം മരണപ്പെട്ടു. മെയ് 5-ാം തീയതി അദ്ദേഹത്തിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന, തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാലം ജീവിക്കാൻ വേണ്ടി കൂടെ ഇണയായി ജീവിക്കാൻ ഒരു സഹോദരി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ചു കാലത്തെ വേർപാടിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട ആങ്ങളയുടെ വരവ് കാത്ത് 3 പെങ്ങന്മാരും അതുപോലെ തന്നെ ഉപ്പയും ഉമ്മയും എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മരണം പിടികൂടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതെപ്പോഴും പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഉള്ള കാലം സമാധാനപരമായിട്ട് സന്തോഷപരമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്തതൊക്കെ നമുക്ക് പിന്നീട് സങ്കടമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അതല്ല എങ്കിൽ ഇപ്പോൾ പലപ്പോഴും ഈ പ്രവാസികളുടെ, ഒരു പ്രവാസി യുവാവാണ് ആ എഴുത്ത് എഴുതിയതായിട്ട് എനിക്ക് കിട്ടിയത്. ഞങ്ങളുടെയൊക്കെ പ്രവാസികളുടെ അവസ്ഥ പലപ്പോഴും ഇത് തന്നെയാണ്. വേണ്ടപ്പെട്ടവരെ ഒന്ന് കാണാൻ പറ്റുകയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ഞങ്ങളുടെ മയ്യത്ത് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾക്ക് പലപ്പോഴും അവസാനം ഉണ്ടാകുന്നത്. ശരിയാണ്, ഈ 3 പെങ്ങന്മാർക്ക് ഒരൊറ്റ ആങ്ങള ആണ് ഈ ഷാസ്. അവരുടെ മയ്യത്ത് പോലും ഒരു നോക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ അവരെ വിദേശത്ത് ദുബൈയിൽ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മാതാപിതാക്കൾ പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും മരണം കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ആ ഒരു പ്രദേശത്ത് മറവ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ കാണാൻ വേണ്ടിയിട്ടും പല ആളുകളുടെ താല്പര്യം കൊണ്ടാണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണിത്. നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ആ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ ഷാസിന് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം ചെയ്ത എല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കട്ടെ. ജീവിതത്തിൽ വന്നുപോയ പിഴവുകളെ അള്ളാഹു മാപ്പ് നൽകട്ടെ, മാഫിറത്ത് നൽകട്ടെ, പുറത്തുകൊണ്ട് ഉന്നതമായ സ്ഥാനം സ്വർഗത്തിൽ നൽകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ മരണങ്ങളും നമുക്കോരോ പാഠങ്ങളാണ്. ഓരോ മരണങ്ങളും ഓരോ പാഠങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒരുപാട് കാലം ഇനിയും ജീവിക്കും, ഒരുപാട് കാലം ജീവിക്കും എന്നുള്ള രീതിയിലാണ് പലതും കാട്ടിക്കൂട്ടുന്നതും പറയുന്നതും പലവരെ പറ്റിച്ചിട്ടും പല രീതിയിലും ജീവിക്കുന്നത്. അതിനൊന്നും നമുക്ക് എപ്പോഴും ഒരു രീതിയിലും ഗ്യാരണ്ടി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. വളരെ മനസ്സുകൊണ്ട് വിഷമം തോന്നിയ ഒരു വാർത്ത ആയതുകൊണ്ടാണ് ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. 5-ാം തീയതി അദ്ദേഹം സ്വപ്നം കണ്ട വിവാഹമാണ്. അടുത്ത മാസം 5-ാം തീയതി. ഇന്നലെ അദ്ദേഹം യാത്ര പുറപ്പെട്ട് ഇന്ന് ഈ നേരമാകുമ്പോഴേക്കെല്ലാം അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുമായിട്ടും തൻ്റെ സഹോദരിമാരുമായിട്ട് സന്തോഷം പങ്കിടേണ്ടവനായിരുന്നു. പക്ഷേ അങ്ങോട്ടൊന്നും ആയുസ് ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും നമ്മുടെ പ്രവാസി യുവാക്കൾ ഒരുപാട് പേര് മെഴുകുതിരി പോലെ കത്തി എരിഞ്ഞുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇടങ്ങറാകുന്നത്. ഒരു ഫോണിലൂടെ പോലും നല്ലൊരു വാക്ക് പറയാതെ വീട്ടിലെ പ്രശ്നങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന, ഒരു ഭാഗത്തുനിന്ന് ഉമ്മ സൗകര്യം കൊടുക്കാത്തത്, മറുഭാഗത്തുനിന്ന് ഭാര്യയുടെ അസ്വസ്ഥത, സൗകര്യക്കേട്, പിന്നെ പിരിവിന്റെ ശല്യം വേറെ, ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു സമാധാനം ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഒരു സംഭവത്തിന്റെ പിറകുവശത്ത് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അവിടെ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക.
അതിൻ്റെ അപ്പുറം നമ്മൾ പിരിവ് കുറഞ്ഞതിൻ്റെ പേരിലോ അല്ലെങ്കിൽ പെങ്ങൾക്ക് കൂടുതൽ വിളിച്ചു എന്നുള്ളതിൻ്റെ പേരിലോ ഉമ്മാക്ക് വിളിച്ചില്ല അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പാവപ്പെട്ടവരെ വീണ്ടും ടെൻഷനിലേക്കും സ്ട്രെസ്സിലേക്കും നിങ്ങൾ തള്ളിയിടാതെ ഒരു മനുഷ്യത്വമുള്ള കാരുണ്യമുള്ള സമീപനം പ്രവാസി യുവാക്കളോട് നിങ്ങൾ കാണിക്കുക. സ്ട്രെസ് കൂടുമ്പോൾ, ടെൻഷൻ കൂടുമ്പോൾ പല രീതിയിൽ പല രോഗങ്ങൾ, അതുപോലെ തന്നെ അറ്റാക്ക് വരാറുണ്ട്, അതുപോലെ തന്നെ സ്ട്രോക്ക് വരാറുണ്ട്. നമ്മളായിട്ട് അവർക്ക് നേരത്തെ രോഗിയായി കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. ഈ മരണം എന്തോ അള്ളാഹുവിൻ്റെ വിധിപ്രകാരമാണ്. പക്ഷെ പലപ്പോഴും പല ആളുകൾ, ഞാനൊക്കെ വിദേശത്ത് പോകുമ്പോൾ എന്നോട് പറയാറുണ്ട്, ഒരു സ്വസ്ഥതയല്ല സാറേ, ഒരു ഭാഗത്തുനിന്ന് ഉമ്മയുടെ, ഒരു ഭാഗത്തുനിന്ന് ഭാര്യയുടെ, പെങ്ങന്മാരുടെ, അങ്ങനെ പല രീതിയിലും അവരെ ഇടങ്ങറാക്കിക്കൊണ്ടിരിക്കുന്ന പല കോളുകള്, അതുപോലെ തന്നെ പല സംഭാഷണങ്ങള്, കുടുംബത്തിലത്തെ അസ്വസ്ഥതകള്, ഇതിലൊന്നും നമ്മൾ പങ്കുകാരാവാതിരിക്കുക. മനസ്സറിഞ്ഞുകൊണ്ട് അവരെ സ്നേഹിക്കുക. ഇപ്പൊ അടുത്തൊരു യുവാവ് ഒരു എഴുത്തിടുകയുണ്ടായി, ഒരു കുറിപ്പ്. അവിടെ ദുബൈയിലൊക്കെ വെള്ളപ്പൊക്കം പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഒരു സത്യം ഞാൻ ചോദിച്ചോട്ടെ, എത്ര ആളുകൾ നിങ്ങളെ വിളിച്ച് ചോദിച്ചു നിനക്ക് സുഖമാണടാ എന്നുള്ളത്? അപ്പൊ ഒരുപാട് ആളുകൾ കമന്റ് അടിച്ചു, ശരിയാണ്, അങ്ങനെ കാര്യമായിട്ട് ആരും വിളിച്ചിട്ടൊന്നുമില്ല. നേരെ മറിച്ച് നാട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കോൾ അവർക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ദുബൈയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്ത് പല ആളുകളും ആ ഒരു പോസ്റ്ററിന്റെ താഴെ കമന്റ് എഴുതിയിട്ടുണ്ട്, ഒരു ആൾ പോലും വിളിച്ച് അന്വേഷിച്ചില്ല എന്നുള്ളത്. നമ്മൾ പണത്തിന് വേണ്ടി മാത്രം, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ കയ്യിൽ വെക്കുന്ന ഒരു വിഭവമാവരുത് നമ്മുടെ പ്രവാസികൾ. അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അള്ളാഹു അവർക്കും നമുക്കൊക്കെ ദീർഘായുസ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ മരണപ്പെട്ട ഷാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കാർക്കും ഇതുപോലുള്ള പരീക്ഷണങ്ങൾ ഇല്ലാതിരിക്കട്ടെ. ആ കുടുംബത്തിന് പരിപൂർണ്ണ ക്ഷമ അള്ളാഹു നൽകുമാറാകട്ടെ. ഒരു മകൻ നഷ്ടപ്പെട്ടിട്ട് വേദനിച്ച് അവരുടെ അസ്വസ്ഥതകൾ നീറിപ്പുകയുന്നതിന് പകരമായിട്ട് അള്ളാഹു ബാക്കിയുള്ള ആ 3 സഹോദരിമാരിലൂടെ അള്ളാഹു സന്തോഷം ആ കുടുംബത്തിന് നൽകുമാറാകട്ടെ. അവർക്കും ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും ഉന്നത സ്ഥാനം അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. കഴിവിന്റെ പരമാവധി ആ സുഹൃത്തിന് വേണ്ടി, നമ്മളിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഒക്കെ ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.